എ.വി. ജയശങ്കർ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ജയശങ്കർ, എന്തായാലും മഞ്ജുഷ ഒരു ഉറച്ച ശബ്ദത്തിൽ തന്നെ പറയുകയാണ്, പിന്നോട്ടില്ല, മേൽക്കോടതികളുണ്ട്, അപ്പീൽ പോകും, ഈ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല, അല്ലേ ജയശങ്കർ? അതുതന്നെയാണ് ആശ്മി കുടുംബത്തിന്റെ നിലപാട്. അവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ അവരുടെ വിവരശേഖരണത്തിൽ ഉൾപ്പെടെ കുടുംബത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. എന്തായാലും കോടതിയുടെ വിധി വരുമ്പോൾ അവർ അപ്പീലുമായി മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഇത് അന്തിമ വിധിയല്ലെന്നും ഈ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ, ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്നാണ് ഭാര്യ മഞ്ജുഷ അല്പസമയം മുമ്പ് പറഞ്ഞത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നിയമ പോരാട്ടത്തിനാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം ഒരുങ്ങുന്നത്. കാരണം അവരെ സംബന്ധിച്ച് ഏറെ വൈകാരികമായ വിഷയമാണ്. അവർ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജി സമർപ്പിച്ചൊരു ഘട്ടത്തിൽ ഈ മരണം സംഭവിച്ച ആദ്യം ഇൻക്വസ്റ്റ് നടപടി മുതൽ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ ഘട്ടങ്ങളിൽ അവർ സ്വീകരിച്ച നടപടികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കൃത്യമായി ഇതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അതിൻ്റെ ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതി വിധി അതിൻ്റെ സാങ്കേതികത്വം കൂടി പരിഗണിച്ചാണ്. കാരണം പെട്ടെന്നൊരു കേസ് ലോക്കൽ പോലീസിൽ നിന്ന് നേരിട്ട് CBIക്ക് നൽകാൻ സാധിക്കില്ല. പക്ഷേ അപ്പോഴും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. ഉടൻ തന്നെ കുടുംബം ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കും. ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് കൃത്യമായൊരു നീതി ലഭിക്കുമെന്നാണ് ഇവരുടെ ഒരു പ്രതീക്ഷ. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭാര്യ മഞ്ജുഷ തള്ളുന്നുണ്ട്. കാരണം ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലുള്ള വിശ്വാസ്യതയുമില്ല. അത് അവർ നേരത്തെയും പറഞ്ഞിരുന്നു. അവർ ഈ വിധിക്ക് ശേഷവും എന്തായാലും വരുന്നു. കുടുംബത്തെ സംബന്ധിച്ച് നിലവിൽ ഇത് തള്ളിയിരിക്കുന്ന നിലപാടിൽ ചെറിയൊരു അതൃപ്തിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എന്തായാലും നിയമപരമായി നിയമത്തിൻ്റെ വഴിയിലൂടെ പോരാട്ടം തുടരാൻ തന്നെയാണ് മഞ്ജുഷ പറയുന്നത്. അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഇത് അന്തിമ വിധിയല്ല, പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല, പോരാട്ടം തുടരുക തന്നെ ചെയ്യും. പോരാട്ടം എന്നൊരു വാക്കാണ് അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് മഞ്ജുഷയുടെ നേതൃത്വത്തിൽ ആ പോരാട്ടം തുടരും. അതിനി ഹൈക്കോടതിയിൽ ഈ കേസ് വീണ്ടും എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. കുടുംബം ഡിവിഷൻ ബെഞ്ചിൽ ഉടൻ ഈ വിധിക്കെതിരെ, സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകും. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ പോലും കുടുംബം നേരത്തെ ഉന്നയിച്ച സമാനമായ അന്വേഷണങ്ങൾ, ഈ പോസ്റ്റ്മോർട്ടം ഘട്ടത്തിൽ ഉൾപ്പെടെ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചു. ആ ഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ പോരായ്മകളുണ്ടായി. പിന്നീട് അങ്ങോട്ട് തുടർ അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ കുടുംബം ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല. ഈ കളക്ടറെ ഈ കേസുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ ഫോൺ പിടിച്ചെടുക്കണം, ചോദ്യം ചെയ്യണം ഉൾപ്പെടെ ദൃശ്യശേഖരണം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും കുടുംബം വലിയ ചൂണ്ടിക്കാട്ടുകൾ നടത്തിയിരുന്നു. അതൊന്നും പരിഗണിച്ചില്ല. ഈ ആവശ്യം പരിഗണിച്ചില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. അത് എന്താണ്, കുടുംബത്തിന്റെ ഭാഗത്ത് ആലോചിച്ചാൽ ശരിയാവണ്ണമുള്ള അത് യുക്തിഭദ്രമായ ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചത്. ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം നടപടികൾ അവരുടെ ബന്ധുക്കൾ ഉണ്ടായില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ, അതിനൊക്കെ ഓരോരോ കാരണം അന്വേഷണ സംഘം കോടതിയിൽ നിരത്തുന്നുണ്ടായിരുന്നു. ശ്രീകാന്ത് തുടരുന്നു. ശ്രീകാന്ത്, ഈ കണ്ണൂർ DIG അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം എന്നുകൂടി കോടതി പറയുന്നുണ്ടല്ലേ? അപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഓൾറെഡി റേഞ്ച് DIGയുടെ മേൽനോട്ടം ഉള്ളതല്ലേ ശ്രീകാന്ത്? നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലാകെ ആശ്വസിക്കാനുള്ള വക എന്ന് പറയുന്നത് കണ്ണൂർ DIG ഈ കേസിന്റെ അന്വേഷണത്തിന് മേൽനോട്ടം നൽകണം എന്നുള്ള ഒരു നിർദ്ദേശം കോടതി വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ കുടുംബത്തിന് ആശ്വസിക്കാൻ വക നൽകുന്ന യാതൊന്നും തന്നെ ഈ ഇപ്പോഴത്തെ വിധിയിൽ നിന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ കാരണം അവർ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുള്ളതും. കണ്ണൂർ DIG അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്ന് കോടതി പറയുന്നുണ്ട്. അത് ഉറപ്പായും ഈ കുടുംബത്തിന്റെ ആശങ്കകൾ, കൺസേൺസ് കോടതി കാണുന്നു എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ CBI അന്വേഷണവുമില്ല, കുടുംബത്തിന് അശേഷം ഈ അന്വേഷണ സംഘത്തിൽ തൃപ്തിയില്ല എന്ന് മഞ്ജുഷ വീണ്ടും ആവർത്തിക്കുകയാണ്. വിധിയിൽ അപ്പീൽ പോകും, പോരാട്ടം തുടരും, പിന്നോട്ടില്ല എന്ന് തന്നെ ഉറച്ച ശബ്ദത്തിൽ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ പറയുകയാണ്. ഉറപ്പായും അത് നമ്മൾ നേരത്തെ ശ്രീകാന്തിനോട് ഇടയ്ക്കൊരു ഘട്ടത്തിൽ ചോദിച്ചതുപോലെ ഇത് വ്യവഹാരത്തിൻ്റെ തുടക്കമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അത് കോടതിയിലേക്ക് പോകാൻ പോകുന്നു. ഇനി മറിച്ചായിരുന്നുവെങ്കിൽ ഇത് CBI അന്വേഷണം എന്നുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും സർക്കാർ മേൽക്കോടതിയിലേക്ക് പോയേനെ. ഇതിപ്പോൾ അതുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ കുടുംബം മേൽക്കോടതിയിലേക്ക് പോകാൻ പോകുന്നു. കണ്ണൂർ മുൻ ADM കേരള മനസാക്ഷി ഞെട്ടിച്ച ആത്മഹത്യയിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ഇല്ല എന്നുള്ളതാണ് ഈ മണിക്കൂർ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CBI അന്വേഷണം ആവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. പ്രത്യേക അന്വേഷണ സംഘം കുടുംബത്തിന്റെ ആശങ്കകൾ കേൾക്കണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവിടുന്നു. അതിന്റെ ഭാഗമായി കൂടിയാണ് കണ്ണൂർ DIGയുടെ മേൽനോട്ടത്തിൽ വേണം അന്വേഷണം എന്ന് പറയാൻ.